പരിശുദ്ധാത്മാവിനും സ്തുതി ആദിവരതയിലേക്ക് തന്നെ. കർത്താവിനെ നമ്മുടെ ഇടവകയുടെ ആനുവൽ റിട്രീറ്റിന്റെ ഈ ദിവസത്തിൽ നമ്മുടെ ആളുകൾ കുറേ പേർ വരും എന്നെനിക്കറിയാം. മഴ പെയ്യുന്നത് പോലെയാണ് ദേവാലയത്തിലേക്ക് ആളുകൾ വരുന്നത്. ആദ്യം ചെറിയ ചെറിയ ചാരി ചാരി തുടങ്ങി ഒടുവിൽ വലിയ മഴയായിട്ട് വരുന്നത് പോലെ ഇങ്ങനെ ട്രിക്ലിംഗ് ഇൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. പീപ്പിൾ ആർ ട്രിക്ലിംഗ് ഇൻ ടു ദി ചർച്ച്. 150 ഇടവക്കാരുള്ള പള്ളിയാണെന്ന് പൗരസ്വരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് തക്കവണ്ണമുള്ള ആൾ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആൾ വന്നില്ലെങ്കിലും വരും എന്ന് പ്രതീക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. And that's why I always set my hope very high. I'm so delighted to have Jonathan and Paulus in the midst of us, and many of our children also have come. I have promised them I will be speaking both in English and Malayalam, so you will get the main message. ഭാഷ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ പിള്ളേര് they will come. അവരുടെ പേരൻസിൻ്റെ കൂടെ വരുന്ന ഒരു പാരമ്പര്യമുണ്ട്. They know most of the things they will get, even if they didn't get it, but they still come. അത് നമ്മുടെ ഒരു പാരമ്പര്യമായി മാറിയിട്ടുണ്ട്. ഒരു അനുഗ്രഹമാണ് ഞാൻ കരുതുകയാണ്. നമുക്ക് ദൈവവചനം എന്നും വായിക്കുകയും അനേക പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് റിട്രീറ്റ് ദിവസം. കുറേ ധ്യാനാത്മകമായി മെഡിറ്റേഷനിൽ we spend our time on this day, and that gives us a little more preparation to receive the word of God. ദൈവവചനം കർത്താവ് തന്നെ വായിക്കാനായിട്ട് സാധിക്കുകയോ അല്ലാത്ത സ്ഥലത്തൊക്കെ വീണതെല്ലാം എന്തെങ്കിലും ആരും പുറക്കി കൊണ്ടുപോവുകയോ ഞെരുക്കി കളയുകയോ ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നതായ സാഹചര്യം ഉണ്ടാകും. എന്നാൽ നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ ആകത്തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ സജ്ജമാക്കി we should prepare our minds and hearts to listen to the word of God. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഇന്നത്തെ നമ്മുടെ പ്രസംഗം തീർച്ചയായിട്ടും വളരെ പ്രസംഗ വൈഭവമുള്ള ആൾ തന്നെയാണ്. അതിലുപരിയായിട്ട് ഞാനൊരു പഴയ കോലഞ്ചേരിക്കാരനാണ്, അച്ഛനും കോലഞ്ചേരിക്കാരനാണ്, ഞങ്ങള് വടക്കൻ നാട്ടുകാരാണ്. Unfortunately, we got separated soon after the seminary time. എന്നിട്ട് അച്ഛൻ നേരത്തെ തന്നെ ഇംഗ്ലണ്ടിലേക്കും പിന്നെ അമേരിക്കയിലേക്കും വന്നു. ഇവിടെ വന്ന് പിന്നീട് അച്ഛൻ MA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ MA എടുത്തു. സെമിനാരിയിലെ കോഴ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം തുടർന്ന് ഹയർ സ്റ്റഡീസ് പലതും കഴിഞ്ഞ് ആക്ച്വലി ദൈവം അച്ഛനെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNOയുടെ ഒരു പ്രധാന ആളായിട്ട് നിയമിക്കുകയായിരുന്നു. ഇന്ന് ഇത് കഴിഞ്ഞിട്ടും എനിക്ക് ഓപ്പർച്യൂണിറ്റി പ്ലീസ് ടോക്ക് ടു അച്ഛൻ. നിങ്ങൾ പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ഇന്നത്തെ വിശുദ്ധ വചന ശുശ്രൂഷയിൽ ദൈവാത്മാവിന്റെ ഒരു പ്രവർത്തനം ഉണ്ടാകുകൊണ്ടൊക്കെ നമ്മളെല്ലാവരും വളരെ കാര്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. So with those very few words, I welcome Achan for the message. എല്ലാവർക്കും സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. ബഹുമാനപ്പെട്ട സഹവൈദികരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജനങ്ങൾ, ഞാൻ ചുങ്കക്കാരനായ സഖായെ പോലെ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷേ കുര്യാക്കോസത്തിന് എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ 1 ഇഞ്ചെങ്കിലും പൊക്കം ഇന്ന് കൂടിക്കാണും. എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. He is an old pal, not in terms of age, but in terms of our many years of association. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അമേരിക്കൻ ഭദ്രാസനത്തിൽ തിലകക്കുറി പോലെ ശോഭിക്കുന്ന ഈ മഹാ ഇടവകേരി വികാരിയുടെ ക്ഷണം ആകെ നിരസിക്കാനൊന്നും
അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ സാധാരണ ദൂരെ ഇങ്ങനെ പ്രസംഗത്തിനൊന്നും പോകാറില്ല. പ്രത്യേകിച്ച് ധ്യാനിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിഷയവുമല്ല. ഞാൻ സാധാരണ ചെയ്യാറില്ല. വേണ്ടെന്ന് വെച്ചിട്ടല്ല, ആ ഒരു രീതി എനിക്ക് വശമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്കൊരു ഫ്ലയർ എടുത്തു. അതിനകത്ത് നല്ലൊരു പേര് വന്നു, ഫാദർ ഡാനിയൽ PhD. അത് കണ്ടപ്പോൾ ഏതോ ദിവസത്തിലെ കഥ ഓർത്തു. വീട്ടുകാരൻ കല്യാണത്തിന് എല്ലാവരും വിളിച്ചു, ആരും വന്നില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കണ്ടവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു വന്ന് അവരാ കഴിച്ചിട്ട് പോയി. ഇപ്പൊ ഞാൻ ധ്യാനം നടത്തിയിട്ടില്ലെങ്കിലും ഒരുവിധം മെനയായിട്ടൊക്കെ നടത്തിയാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അടുത്ത കൊല്ലവും അച്ഛൻ എന്നെ വിളിച്ചേക്കും. എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യാം. It is a great pleasure for me to be here this morning, especially in front of two priests, and I may add also the deacon, whom I always loved and cherished, and I have always had much respect for both Jonathan and Kuriakos. They are both able people, especially Jonathan has been going around in all places, delivering speeches, sermons, and all that. He's very well known. And in front of him, I'm nothing really in terms of addressing an audience with a sermon. But I will try my level best. Kuriakos Achan asked me to do the annual retreat for you. ആനുവൽ റിട്രീറ്റ് ഒരു അനുതാപത്തിൻ്റെതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. അതിൽ ഞാൻ അതിൻ്റെ ഒരു വേദഭാഗത്തിലേക്കും ചിന്തയിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരല്പസമയം നമുക്ക് നമ്മുടെ തലകളെ ദൈവത്തിന് മുമ്പാകെ വണക്കാം. സർവാധിപതിയും സർവശക്തനുമായ പിതാവായ ദൈവമേ, ഈ സമയത്ത് ഈ വിശുദ്ധ ദേവാലയത്തിൽ ഞങ്ങളേവരും ഒരുമിച്ച് കൂടി തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ നമിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച വിശ്രമത്തിനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച വെളിച്ചത്തിനായി നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കഷ്ടാനുഭവത്തിലേക്കും നിന്റെ ഉയർപ്പിലേക്കും ആ പെരുന്നാളുകളെ കൊണ്ടാടുവാനായി ഞങ്ങൾ അടുത്തു വരികയാണ്. ഈ വലിയ നോമ്പിന്റെ മധ്യഘട്ടത്തിൽ ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നോമ്പാലും നമസ്കാരത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല എന്ന സാത്താനെയും എന്ന സൈന്യങ്ങളെ കുറിച്ച് നീ കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ നോമ്പും നമസ്കാരവും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സഹായിക്കണമേ. നോമ്പ് മൂലം മോശ ദൈവത്താൽ എഴുതപ്പെട്ട കൽപ്പനകളെ പ്രാപിച്ചു. നോമ്പിനാൽ ഏലിയ ദൈവേക്ഷനാതീരുകയും ആകാശവും ഭൂമിയും അവനെ അനുസരിക്കുകയും ചെയ്തു. അസൂയയെയും കുരുളയെയും മറ്റ് തിന്മകളെയും എല്ലാം പിടിഞ്ഞ് നോമ്പ് തുറക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് യോഗ്യരാക്കണമേ. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും എന്നെയും യോഗ്യരാക്കണമേ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമുമ്പാകെ ഞങ്ങൾ ഏവരെയും ഞാൻ സമർപ്പിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. When we come to a retreat, we are expected to do some kind of self-examination, all of us. And if we go through the scriptures, we do get ideas as to how we can do that. വിശുദ്ധ വേദപുസ്തകത്തില് യഹോവയായ ദൈവം മോശയ്ക്ക് 10 കൽപ്പനകളുണ്ട്. സാധാരണ കുമ്പസാരിക്കുന്നതിന് മുമ്പ്, വിശുദ്ധ ഖുർആൻ അനുഭവിക്കുന്നതിനൊക്കെ മുൻപ്
ഈ 10 കൽപ്പനകൾ വായിച്ചിരിക്കണം, നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം, സ്വയമായി പരിശോധിക്കണം, അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ ചൊല്ലണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുർബാന കുമ്പസാരിക്കാവൂ, കുർബാന അനുഭവിക്കാവൂ എന്നൊക്കെ പിതാക്കന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഒരു വഴികാട്ടി. The 10 commandments are given to us as a guidance to our lives. ഞാൻ അതിൽ ചിലതൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. ആരുമില്ല. 10 കൽപ്പനകളിൽ വീണ്ടും പറയുന്നു മറ്റൊന്ന്, നിങ്ങൾ കൊലപാതകം ചെയ്യരുത്. ഡു നോട്ട് കമ്മിറ്റ് മർഡർ. കൊലപാതകം ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൈപൊക്കാം. ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്. ഡു നോട്ട് കമ്മിറ്റ് അഡൾട്ടറി. വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൈപൊക്കാം. അതും ഇല്ല. കള്ളസാക്ഷി പറയരുതെന്ന് ഡു നോട്ട് ബെയർ ഫോൾസ് വിറ്റ്നസ്. അത് മറ്റൊരു കമാൻഡ്മെന്റ്. അതിൽ അകപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിലും you can raise your hands up. I don't see any hand going up, which means most of the commandments are observed by all of you. അപ്പൊ നിങ്ങളെയൊക്കെ ഒരു പക്ഷേ എന്നെയും ഇവിടെ അങ്ങ് എടുത്ത് ക്രോണോസിലിരുന്നു. നമ്മൾ ആരും അപ്പൊ പാപം ചെയ്തവരല്ല. കർത്താവിന്റെ 10 കൽപ്പനകൾ അനുസരിച്ച് പ്രമാണിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ ഞാനൊരു മറുവശം പറയട്ടെ. വളരെ വർഷങ്ങൾക്ക് മുൻപ് കത്തോലിക്ക സഭയിലെ 2 പ്രമുഖരായ വ്യക്തികൾ, പോപ്പ് സെയിന്റ് ഗ്രിഗറി അതുപോലെ സെയിന്റ് ജോൺ കാസിയൻ, ഈ 2 പേര് മരണകരമായ 7 പാപങ്ങളെ ലിസ്റ്റ് ചെയ്തു. These 2 peoples, Pope Saint Gregory and also Saint John Cassian, they listed 7 deadly sins. I just wanted to tell you what those 7 deadly sins are that they listed. 1, pride. എന്ന് വെച്ചാൽ അഹങ്കാരം. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കൈവെക്കാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ തീരുമാനിച്ചാണ്. 2, ഗ്രീഡ്. അമിതമായ ആഗ്രഹം, അത്യാഗ്രഹം. അത് പണത്തെക്കുറിച്ചായാലും ആഹാരത്തെക്കുറിച്ചായാലും ശരി, അമിതമായ ആഗ്രഹം. അതിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈവെക്കാൻ ഞാൻ പറയുന്നില്ല. 3, റാത്ത്, ആംഗർ. അതായത് ദയയുടെ, സൗമ്യതയുടെ മറുവശം. ആരെങ്കിലും ജീവിതത്തിൽ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ അയൽക്കാരോടോ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കൈ പൊക്കാൻ ഞാൻ പറയുന്നില്ല. ലസ്റ്റ്, സെൽഫ് കൺട്രോളിന്റെ മറുവശമാണ്. സ്വയം നിയന്ത്രണമില്ലാത്ത ജീവിതം. അതും അങ്ങനെ ഒരു ജീവിതത്തിലാണോ നിങ്ങളെന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. ഞാൻ വിവരം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലട്ടണി, അതായത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആഹാരം തന്നെയാണ്, എത്ര കഴിച്ചാലും മതിയാകത്തില്ലേ. അതും നിങ്ങളതിൽ കുറ്റക്കാരാണെങ്കിൽ എന്നോട് പറയണമെന്നില്ല. സ്ലോത്ത്, ലേസിനെസ്, ഒരു അലസ മനോഭാവത്തോടെ ജീവിക്കുന്നു. ഈ കാര്യങ്ങളിൽ ഞാൻ നേരത്തെ കൈവെക്കാൻ പറഞ്ഞപ്പോ ആരും കൈവെക്കില്ല. പക്ഷെ ഇതില് അഹങ്കാരം, അതായത് താഴ്മയുടെ മറുവശം, അത്യാഗ്രഹം, അതായത് ഉദാര മനോഭാവത്തിന്റെ മറുവശം, എൻവി അല്ലെങ്കിൽ ജലസി, സ്നേഹത്തിന്റെ മറുവശം, ആംഗർ, ദയയുടെ കോപം, ലസ്റ്റ്,
സെൽഫ് കൺട്രോൾ ഇല്ലാതായ അവസ്ഥ. കളക്ടറിനെ അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഇവര് രണ്ടുപേരും ലിസ്റ്റ് ചെയ്തത് മരണകരമായ പാപം എന്ന് പറഞ്ഞാണ്. നിങ്ങൾ കൈ പൊക്കിയാലും കൈ പൊക്കിയില്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിങ്ങളും ഞാനും കുറ്റക്കാരൻ. We all have fallen short of the glory of God. We are all, whether you admit or not, we are all equally guilty in being proud. We have greed, we have jealousy, we have anger, we don't have self-control, etc. If you and I have erred in any one of these, let me tell you, this retreat is for you. If you haven't, even if you haven't committed adultery, or even if you haven't committed murder, even if you haven't worshipped any other God than the true God, and if you have slipped any time in your life anywhere, whether at home or in the office, in your workplace or in school, in any of these, if you have slipped, I must tell you, this retreat is for you. In fact, I have been trying to find out, this is my, not the first visit to this parish, I have come here before. എന്നെ ഇവിടെ ഒരു ധ്യാന നടത്താൻ ആദ്യമായിട്ട് വിളിച്ചു എന്നുള്ള നിലയ്ക്ക് ഞാൻ വിളിച്ചു, എന്നാൽ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകത്തിൽ തന്നെ ഇതങ്ങ് തുടങ്ങും. So I chose the first chapter of the book of Genesis to be my theme for today's retreat. Those who have Bible can turn to the first chapter of Genesis, verse 31. It's a very short verse. അവിടെ പറയുന്നത്, താൻ സൃഷ്ടിച്ചതിനെ എല്ലാം ദൈവം നോക്കി, അത് നല്ലതെന്ന് കണ്ടു. God reviewed all that He created, and He saw everything good. If you read that chapter from the beginning to the very end, you will see on the first day God created this, and He saw it was good, first evening and the second day, morning and second day. And He created afterwards this, He saw that was good. After 6 days of creation, God saw everything was good. 6 ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം ദൈവം താൻ സൃഷ്ടിച്ചതിനെ എല്ലാം നോക്കി അത് നല്ലതെന്ന് കണ്ടു. ഇതാണ് എന്റെ വിഷയം. God could have created this entire world in an instant, but He didn't do that. He took 6 days to create the entire world from scratch. 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിട്ടിരുന്നു. ആ ക്രിയേഷൻ സ്റ്റോറി വായിക്കുമ്പോഴറിയാം, ദൈവം അവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കി. ഗാർഡൻ ഓഫ് ഈഡൻ. He created a garden. How do we create a garden around our house? നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുമ്പോൾ you always want to bring the nice things in there, because we want that garden to really look good. നമ്മുടെ വീട് പോലെ അതിനെ സൂക്ഷിക്കും, അതിനെ കരുതും. ദൈവം ഉണ്ടാക്കിയ ഈ പൂന്തോട്ടവും ഈ തോട്ടവും അതുപോലെയായിരുന്നു. നമുക്ക് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്? വെളിച്ചം വേണം. ദൈവം വെളിച്ചം കൊടുത്തു. He said, let there be light, and there was light. വെള്ളം വേണം. And He divided the land and the water. മനുഷ്യന് കഴിക്കാൻ ആഹാരം വേണം. He created all those shrubs and trees, all the fruit trees. He made all of them in plenty. പിന്നെന്താ വേണ്ടത്?
Animals, നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലോ പെറ്റ്സിനൊക്കെ. You always have. There are so many houses. They have pets at home. Sometimes people love the pets more than their kids. We know that. Sometimes they keep the kids on the seat and they put the pets in their lap. ഞാൻ ഒരിക്കൽ ഓർക്കുന്ന എൻ്റെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ഭയങ്കര ഒരു കരച്ചിലാണ്. ഞാനും ഭാര്യ കൊണ്ട് ഓടി വാങ്ങി നോക്കിയപ്പോൾ മൂത്ത മകളുടെ മുറിയുടെ വാതിക്കൽ അവളൊന്ന് ഭയങ്കര കരച്ചില്ല. ഞാൻ വിചാരിച്ചു എന്തോ പറ്റി, ആരാണ് മരിച്ചു കഴിയുന്നത്. So I asked her, what's the matter? She was so shaken that she couldn't even tell me what was going on. Finally, she pointed her finger to something to the corner where there was a bird cage. And she had 2 parakeets which she loved, Sugar and Spice. Apparently that morning Spice died. That was all that commotion about. മകളുടെ ആഗ്രഹം പോലെ ഞങ്ങൾ വീടിന്റെ പുറകുവശത്ത് ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി ഒരു ഷൂ ബോക്സിന് ഇതിനെ കിടത്തി പഞ്ഞിയൊക്കെ വെച്ച് മൂടി അതിനെ ഞാൻ വിശ്വാസപ്രമാണം മാത്രം ചൊല്ലിന്റെ ബാക്കി സകലം ചൊല്ലി അതിനെ അടക്കി ഒരു കുരിശി വെച്ച് തമാശയായിട്ട് പറയല്ലോ ഉള്ള നടന്ന കാര്യം. Only because she loved that pet so much. ഈ തോട്ടം ഉണ്ടാക്കിയ സമയത്ത് ആനിമൽസ് പെറ്റ്സിനെ എല്ലാം ആനയും അണലിയും പാമ്പും ചേമ്പും എല്ലാം അതിനൊപ്പം എല്ലാം സുഖമായിട്ട് ഒരുമിച്ച് വസിക്കുന്ന ഒരു സ്ഥലം. അത് കൂടാതെ പിന്നെ ഒന്നുകൂടെ വേണം നമുക്ക് സുഖം വേണമെങ്കിൽ എന്തുവാ? ഫ്രീഡം, സ്വാതന്ത്ര്യവും ദൈവം ഈ ആദാമിനും ഹവ്വായ്ക്കും ആദ്യ മാതാപിതാക്കൾക്ക് കൊടുത്തു. The meaning of freedom is more meaningful when we know that there are many people who do not have freedom. നമ്മൾ വായിച്ചിട്ടില്ലേ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരുടെ ഹൗസ് അറസ്റ്റില്ല ഊയാണ് പോകില്ല വീട്ടിൽ തന്നെ. But they had freedom as well. പക്ഷെ ഒരു കൊച്ചു കാര്യത്തിൽ മാത്രം there was only one thing that God told Adam and Eve, that there is a certain tree, please do not eat the fruit of that tree. That's all. That was the only. അത് സ്നേഹമേറിയ ഒരു ഭാര്യ ഭർത്താവിനോട് അല്പം ബ്ലഡ് പ്രഷറും ബിപിയും അല്പം ഷുഗറും ഒക്കെ ഉള്ള ഒരു ഭർത്താവിനോട് പറയും, അപ്പോഴേ ചേട്ടാ ഈ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഷുഗർ ഒരുപാടൊന്നും കഴിക്കണ്ട, കുറച്ച് രാവിലെ കുറച്ച് ഓട്ട്മീലും ഒരു സാലഡും ഒക്കെ കഴിച്ചു. അങ്ങനെ ഒരു സ്നേഹവാനായ ഭാര്യ ഭർത്താവിനോട് ആരോഗ്യം നോക്കാൻ വേണ്ടി പറയുന്ന പോലെ കണക്കാക്കിയാൽ മതി. മക്കളെ നിങ്ങൾക്ക് ഇതെല്ലാം തന്നിരിക്കുന്നു, ഇതെല്ലാം അനുഭവിച്ചു, but please do not eat just one. This is the only thing. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ചിലപ്പോ ഭാര്യയ്ക്ക് അത് ഭർത്താവ് കേൾക്കണമെന്നില്ലാട്ടോ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഭർത്താവും ഭാര്യയും കാറ്, I will say it in English also. The husband and wife died in a car accident, and they went up to the pearly gates. And Saint Peter admitted both of them into heaven, and they saw a beautiful green. And the husband was a lover of golf. He loved golfing. So he asked Peter, "Sir, can we play golf in this area?" And Saint Peter said, "Yeah, of course. This is made just for you guys. So you have a good time. Why don't you?" So he took the golf clubs and he started playing golf. So in the middle of the game, his wife went to him and asked, "So how are you doing? Do you enjoy the game?" And he said, "Oh, I love it. This is the best golf I have ever played in my entire life. But it is all your fault." So the wife stared at him and said, "Honey, what is wrong? What did I do?" He said, "It's all your fault, because if you hadn't given me that stupid oatmeal and salad every morning and evening, I would have been here a long time ago." ഭാര്യ ഭർത്താവിനോട് വളരെ കാര്യമായിട്ട് പറഞ്ഞാൽ ബിപിയും ഷുഗറും ഉള്ളോന്ന് നോക്കാതെ എന്നപോലെ ദൈവം പറഞ്ഞു, "മോനെ മോളെ, ഈ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത്, അത് മാത്രം നോക്കിയാൽ മതി." അങ്ങനെ ഫ്രീഡവും എല്ലാം കൊടുത്ത് നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു തോട്ടം ഉണ്ടാക്കി. So in other words, what did God give them?
God created Adam and Eve and put them in the perfect environment that anybody can ever have. ആ സൃഷ്ടിച്ചതിനെല്ലാം ദൈവം നോക്കി, അതെല്ലാം നല്ലത്. Everything was good. But now, after many years, we have come off from that time. Now we look around. What do we see? We see war, we see poverty, we see crime, we see illiteracy, we see all kinds of calamities, even mothers killing their children. I was watching the television just 2 days ago that a mother killed 3 of her children, ages 2 to 6 or something like that. Things like that are happening in the world. ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതെന്ന് കണ്ട ആ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. Why this thing is happening and what is wrong? We should think. Let us, if you want to know the reason why these things are happening, we have to delve a little deeper into the actual creation story. നിങ്ങളുടെ കൂടെ ആ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് തോട്ടത്തിലാക്കി നടന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ കൂടെ ഒന്ന് നടന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ധ്യാന ശുശ്രൂഷയിൽ. അവിടെ നമ്മൾ കാണുന്നത്, even though God has specifically asked Adam and Eve to stay away from the fruit of that particular tree, they did not behave. തോട്ടത്തിലെ ഒരു സ്നേഹവതിയായ അമ്മയെ പോലെ ഒരു അമ്മ ഒരു കുഞ്ഞിനോട് പറയുന്നത് പോലെ തോട്ടത്തിലുള്ള അപകട സ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും അതേ തന്നെ കയറി പിടിച്ചു. മോനെ ഇത് പഴുത്തിരിക്കുന്നതാണ് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കൊച്ചു അതേ തന്നെ കയറി പിടിക്കുന്ന പോലെ. So in effect, what happened? They did not behave. സാത്താൻ വന്ന്, നിങ്ങൾക്ക് കഥയൊക്കെ അറിയാം. സൺഡേ സ്കൂളിൽ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 1ാം അധ്യായത്തിലെ കഥ അറിയാം. ഞാൻ അവന് പറയുന്ന കഥയൊന്നും വായിക്കുന്നില്ല. അവിടെ the Satan comes to Eve and tells her that, look, if you eat that fruit, you are not going to die or anything. You are going to become like God. നീ ദൈവത്തെ പോലെയാകും ഈ ഫലം ഭക്ഷിച്ചാൽ. ഒന്നാമത്, she was tempted. നമ്മുടെ ജീവിതത്തിലുള്ള ടെംപ്റ്റേഷൻസ് ഒന്ന് നോക്കി. എല്ലാ ടെംപ്റ്റേഷൻസ്, ഇടത്തേക്ക് തിരിഞ്ഞാലും വലത്തേക്ക് തിരിഞ്ഞാലും ടെംപ്റ്റേഷൻസ്. The satanic powers are all around us to tempt us to do this. This is good for you. So not knowing what will be the ultimate end result, we always give in to that temptation. And that was what happened here. But if we think a little more deep into what was the emotion that Eve had? ടെംപ്റ്റേഷനേക്കാൾ കൂടുതൽ എനിക്ക് ദൈവത്തെ പോലെ ആകുവാൻ സാധിക്കും, ദൈവത്തിനില്ലാത്ത ഒരു കാര്യം, ദൈവത്തിനുള്ള ഒരു കാര്യം എനിക്ക് കൂടെ കിട്ടും, ദൈവത്തെ പോലെയാകും, ദൈവത്തിനുള്ള സകല ശക്തികളും എനിക്ക് ലഭിക്കും എന്നുള്ള, അതായത് മറ്റുള്ളവരെ ആൾക്കുള്ളത് നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുക. എൻവി, അതാണ് എൻവിയുടെ ഒരു ഡെഫിനിഷൻ. Thou shalt not covet others' possessions എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം ചിന്തിച്ചാൽ ഇതാ അതിന്റെ കാര്യം. മറ്റുള്ളവരാൾക്ക് അത് എന്റേതാകണം. ദൈവത്തിനുള്ളത് ദൈവത്തെ പോലെ ആകുമ്പോൾ ദൈവത്തിനുള്ള സകല ശക്തികളും എനിക്ക് ലഭിക്കും. So she actually gave in to this emotion of jealousy and envy. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വികാരം നമ്മൾ പരിശോധിക്കണം, സ്വയം പരിശോധിക്കണം. We need to be content with what we have rather than complain about what we do not have. It is extremely difficult. We get frustrated
Why we go മറ്റുള്ള ഇല്ലാത്തവരെ അന്വേഷിച്ച് എപ്പോഴും നമ്മൾ ഇങ്ങനെ മനസ്സ് ചിന്തിച്ച് തല ഉണ്ടാക്കി ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവമാണ്. നമുക്കറിയാം, നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ വരുമ്പോഴേ പറയും 5 വർഷം കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ പോകും. 10 വർഷം കഴിഞ്ഞാലും കക്ഷി ഇവിടെ തന്നെ ഉണ്ട്. 25 വർഷം കഴിഞ്ഞാലും പോവുകയാണ്. And we have moving targets. അതായത് ആദ്യം പറയും I will be happy when I finish my studies. You finish your studies, you are not happy. Oh, I will be happy when I get married. You got married, you are not happy. And then you think that I will be happy when I have kids. You have kids, you are not happy. Then you move the target. I will be happy when I get to buy a house. ഒരു വീട് വാങ്ങിച്ച് എപ്പോഴും ഹാപ്പിയല്ല. Then you get frustrated because until the mortgage is paid off, I'm not happy. Mortgage എല്ലാം ചെയ്ത് കഴിയുമോ പിന്നെ then I want to buy a nicer car, then I will be happy. We keep moving the targets and we are never happy. Remember, happiness is a journey rather than a destination. And that is why it is important for us to be happy now. അത് നമ്മളിങ്ങനെ മറ്റുള്ളവർക്കൊക്കെ ഉള്ളതും കണ്ടതും ഒക്കെ നോക്കി നമ്മൾ envious ആയിട്ട് jealous ആയിട്ടിരിക്കുന്ന അവസരത്തിൽ we will never be able to regain that happiness that we lose by being envious and jealous of other people. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. Have we been under that emotion of jealousy and envy to other people? അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും their ears are always to gossip. ഈ gossip എവിടെ, റൂമർ എവിടെ, ഇത് കേട്ട് നടക്കും. ഈ പള്ളിയുള്ള പ്രശ്നം ഉണ്ടാകുന്നില്ല. അങ്ങനെ പള്ളികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുർബാന കഴിയുമ്പോൾ താഴത്തേക്ക് ഇറങ്ങിയേച്ച്, ഇവിടെ ഇപ്പൊ ബേസ്മെന്റ് അല്ല, ഇവിടെ ഈ ലെവലിൽ തന്നെ ബേസ്മെന്റിൽ ഇറങ്ങിയേച്ച് ഇരുന്ന് ഓരോരോ കുശല പ്രശ്നങ്ങളും കുശുമ്പും പരദൂഷണവും ഒക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. Because these kind of emotions always look for gossips and rumors around, and you mess up your life. One thing that we have to understand, that all kinds of these things, these emotions will backfire on us. നമ്മുടെ മറ്റുള്ളവരെ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുകയും അവരെ കാണുകയും ചെയ്തില്ലെങ്കിൽ പിന്നാലെ ഒരു സമയം വരും, we will be in front of them standing ashamed. ജോസഫിന്റെ കഥ നമുക്കറിയാമല്ലോ. കഥയൊന്നും ഞാൻ തിരിച്ചു പറയുന്നില്ല. സഹോദരങ്ങളെല്ലാവരും ജോസഫിനെ ഓർത്തു. Why Joseph was daddy's boy. You know the story of the coat of colors. അതെല്ലാം കഴിഞ്ഞ് അവസാനം there was a time when all these people had to come before Joseph, who even rose to the ranks of being the vice president in Egypt, second only to the king or to the pharaoh. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ even then, that such an innocent, nice soul, what did he say? He said, even though you meant evil against me, God meant it for good to me. It always backfired. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ ആദാമിനെ ഹവ്വായോട് ഈ പഴം പറിച്ചുന്ന ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് പഴം പറിച്ചു തിന്നു. പഴം തിന്നു കഴിഞ്ഞിട്ട് ഭർത്താവിന് കൊടുത്തു. വേറൊരു കാര്യം, when Eve took this fruit and ate, she did it by herself. It was her own decision to do it. ദൈവം ഒരു കുടുംബത്തെ സൃഷ്ടിച്ചപ്പോൾ, in that design of a family, for God, relationships are so important. Relationships are very important in God's design of a family. അത് ലൂസ് ചെയ്തുകൂടി. ഒരു കുടുംബത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒക്കെ അറിഞ്ഞെടുക്കുന്നത് നല്ലത്. It is so important to take that decision if that family is designed by God. അത് ഇവിടെ നടന്നില്ല, അത് കാതലായിട്ടുള്ള ഒരു തെറ്റാണെന്നുള്ളത്. Eve took her own decision. നമ്മൾ എപ്പോഴും on a wedding day, when a man sees the woman dressed in nice glistening saris and she walking down the aisle, the man will look at her and say, this is the woman that I love.
അതും എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ പറയും, oh, this is not the woman I married. Or this is not the man that I married. This is not the woman that I loved. Because the focus shifts. In a family, relationships are so important. Let me tell you, if there has been any breakage in that relationship in making decisions like Eve just did, let me tell you, this retreat is for you. It is important, extremely important for you to examine how decisions are made in that family, how the relationships between husbands and wives are kept. When that happens, there is a break of communication. ചില കുടുംബങ്ങൾ ചിലപ്പോൾ മാപ്പിളാണെന്നല്ല ഭാര്യയായാലും മതി, ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് മിണ്ടുക, ജസ്റ്റ് ഡോണ്ട് ടോക്ക്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കൽ ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ മിണ്ടുക. അപ്പൊ എന്തെങ്കിലും ഭർത്താവിന് ഭാര്യയോട് പറയാൻ ഒരു കടലാസ് എഴുതി അവിടെ വരും. പിറ്റേ ദിവസം ഭർത്താവ് ജോലിക്ക് പോകാൻ താമസിച്ചു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഭാര്യയോട് ദേഷ്യപ്പെട്ടു. എന്താ, സാധാരണ ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ സമയം, ഈ തവണ എന്ത് ചെയ്തു, അവിടെ എഴുതി വെച്ചു, ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു വർക്ക്. കാരണം അത് പറയാൻ പറ്റത്തില്ല, എഴുതി വെക്കാനും ഇറ്റ് ഈസ് ടൈം ടു ഗെറ്റ് അപ്പ് എന്ന് എഴുതി വെച്ചാൽ എന്താണ്? Break in communications in how in homes is really bad in God's design of the family. God did not intend that way. So if there has been any slipping in that in our family relationship with our husband, wife, and daughter and son and whatever, then I think this is for you. ഹവ്വ പഴം പറിച്ചു, സ്വയമായിട്ട് തീരുമാനിച്ച് തിന്നു, ഭർത്താവിനെ കൊടുത്ത് ഭർത്താവും ഭക്ഷിച്ചു. വേദോസ്തവത്തിൽ പറയുന്ന 1-ാം അധ്യായം വായിക്കുമ്പോഴറിയാം, ദൈവം ആ തോട്ടത്തിൽ ഉലാത്തി വന്നപ്പോൾ ആദാമിനെ വിളിച്ചു, ആദാമേ നീ എവിടാന്ന് ചോദിച്ചു. അവിടെ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു, ഐ ആം ഹൈഡിങ്. He did not have the audacity or the honesty to tell God before God looked for him that I did something like this, you have to forgive me. What did he do? He hid himself. He said, I am hiding behind the bushes. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മൾ ഹൈഡ് ചെയ്യുന്ന എന്തോരം കാര്യങ്ങളുണ്ട്. ഞാൻ ആരോട് കൈവക്കാൻ പറയുന്നില്ല. There are a lot of things that we hide. We all, everybody included, has a private life and a public life. There is a private life in which we do a lot of things we do not let the other party know. It could be a husband or a wife. It could be a son, it could be a daughter. It could be a neighbor, it could be an office colleague. And then you put on a public face where you look so good. ഒരു അച്ഛൻ പള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പ്രസംഗം പകുതിയായി. അപ്പൊ കൊച്ചമ്മ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇവിടെ ക്രിയാക്കോസല്ല പ്രസംഗിക്കുന്നത്, കൊച്ചമ്മയുടെ എന്റെ കൊച്ചമ്മയുടെ ഇല്ലാണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. കൊച്ചമ്മ ഒരു പകുതി ആയപ്പോ കൊച്ചമ്മ അങ്ങ് എഴുന്നേറ്റു. അപ്പൊ അച്ഛൻ വിചാരിച്ചു, my God, maybe I should say it in English. This Achan was talking, preaching in the church, and Kochama was among the audience. Halfway through the speech, Achan saw the Kochama getting up and then walking out. Achan വിചാരിച്ചു, എന്റെ ദൈവമേ ചതിച്ചോ, ഞാൻ എന്തോ പറയാൻ പാടില്ലാത്ത എന്തോ കാര്യം പറഞ്ഞ് കൊച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ആ പാടെ പ്രശ്നമായി. അച്ഛനൊക്കെ വല്ലാത്ത പ്രയാസമായി. He was so frustrated because he didn't know why Kochama left. Maybe I said something that I should not have said. അയാളുടെ ഒരു പ്രസംഗം അവസാനിക്കാറായപ്പോഴേക്കും he saw Kochama coming back. ആശ്വാസമായി. പക്ഷേ കൊച്ചമ്മ വന്ന് കൊച്ചമ്മയുടെ ഒരു പെട്ടിയുണ്ട്. He didn't know why she is bringing a suitcase. പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോ അച്ഛൻ കൊച്ചമ്മയോട് ചോദിച്ചു, ഓ നീ അങ്ങ് എഴുന്നേറ്റ് പോയിട്ട് എനിക്ക് വല്ലാത്തൊരു പരവേശമായി. I thought I did something which you didn't approve or something.
But when you came back, I was so happy. But why is this suitcase? അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു, അതെ, നിങ്ങൾ ഈ പള്ളി വന്ന് പ്രസംഗിക്കുമ്പോൾ നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് നമുക്ക് ഈ പള്ളിയിലൊക്കെ താമസിക്കാൻ, ഞാൻ തുണി എടുക്കാൻ പറയാം. പള്ളിയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ എല്ലാം നല്ലതാ, വീട്ടിൽ വരുമ്പോഴാണ് ഒരു തരം മനുഷ്യ, അതുകൊണ്ട് നമുക്ക് ഈ പള്ളിയിലൊക്കെ താമസിക്കാം, അപ്പൊ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാറ്. You know why I say this? Because there is always a private life and a public life. We keep these two things separate. And if we have that problem, I must tell you that this retreat is for you. If we have a problem in hiding things and pretending things, then we have to deal with it today. Hypocrisy. There is nothing that more than hypocrisy that Jesus hated. Remember the Pharisees and the Sadducees? They always pretended. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടന്നൊരു കാര്യം, ഞാൻ ഇത് വലിയ ആന കുതിര വലിയ കൊലപാതകവും ബാങ്ക് റോബറിയെ കുറിച്ചൊന്നുമല്ല. I'm telling you some of the real simple things that are happening in our life. How many times we have pretended, youngsters included. You go to school, you fake that you are going to school and study. You don't. You hang out with your friends. You go on to the television and you go on to the internet and you surf on the internet as if you are writing an essay. You don't. Let us face it. And the mothers and the fathers, they have their own ways of pretending. ഒരു മകൻ, he went to college and he spent all the money, always hanging out, never studying, and finally he wanted some money. So he called his father. Where else he would ask for money? So he called his father and it was a collect call. So the operator connected the phone to the father and the father came on the line and the son said, "Dad, I want some money." And the father said, "Son, what did you say? I didn't hear you. I think there's a bad connection. What did you say?" The son raised his voice and said, "Dad, I need about $200. And the father said, "Son, I think there is a bad connection. I can hear you. What did you say?" And then the operator came and said, "I'm so sorry to butt in. I can hear your son perfectly well." And the father said, "Oh, very good. And then you send him the money." The father pretended that he didn't hear because he didn't want to hear the money part. It's not that he didn't hear. It's such a simple thing. We do all the time. We pretend. We fake things in our lives. And why we are so pretending? We are pretending for ourselves. We don't tell the truth to others. We are not honest. You know what they say? If you cheat in the game, what is this? Nothing that important. If you cheat in a game with your colleagues, you will definitely cheat in your test. If you cheat in your test, you will definitely cheat in your home. If you cheat in your home, you will definitely cheat in the office. I think it is true. If you tell a lie to your colleague, even just in usual talk, you are very likely to tell a lie in your home to your father and mother and your brother and sister. And you are very likely to tell a lie in your office and anywhere that you live. It is so important, my friends, to be honest rather than hiding and pretending. And that is why Adam and Eve hid among the bushes because they didn't want to be honest and truthful to God. And it is so important that as we are in this life, we have to be true to ourselves and to other people all the time. It is important for us to know. All the youngsters should know, if you lie,
You become a liar. You know why? Because you become so careless later on that you don't even realize that you're lying anymore. Once you have that name that you're a liar, it sticks. നമ്മൾ എപ്പോഴും വേദപുസ്തകത്തിൽ മുടിയനായ പുത്രന്റെ കഥ വായിക്കും. എന്റെ ദൈവമേ, ആ മനുഷ്യൻ പുറത്തൊക്കെ പോയി അനുദപിച്ച് തിരിച്ചു വന്ന് അപ്പം കെട്ടിപ്പിടിച്ച് തടിപ്പിച്ച കാളക്കുട്ടിയൊക്കെ അറുത്ത് അവൻ വീട്ടിലായി നല്ല മനുഷ്യനായിട്ട് ജീവിച്ചു. ഇപ്പോഴും അനേക thousands years കഴിഞ്ഞ് ഇപ്പോഴും അവനെ കുറിച്ച് പറയുന്നു മുടിയനായ പുത്രൻ. അതെന്നാ അറിയോ? The name stuck. He is one of the best fellows that we Achans and the Matrachans and all the people take as examples. Look, he was bad, but he came back all the way. Now he is a very good man. But people, do they call him as a good man? As an example? No. Avan eppozhum Vedavasavathil paranja mudiyanaya putran. He came all of them. Why? The name stuck. So it is so important for us to start with the right name, so that a bad name doesn't get stuck with us. മറ്റൊരു കാര്യം, ഈ ചെടികളുടെ ഇടയിൽ ഒളിച്ചിരുന്ന ആദാം പറഞ്ഞു, I am hiding in the bushes and I am naked. I didn't tell you, I'm not coming out because I am naked. ഞാൻ ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കും, ഈ ആദാം നേക്കടാന്ന് മനസ്സിലായപ്പോഴാണ്. When he was created by God, God did not give him a suit that was bought from Saks Fifth Avenue, or even a nice blouse or sari bought from Bloomingdale's or whatever. They were not clothed. But how come all of a sudden, when they ate the fruit, and when they tried to hide, they felt that they were naked, that they cannot come to the presence of God? അരുതാത്തത് ദൈവത്തിന് മുമ്പാകെ ചെയ്യുമ്പോൾ we feel ashamed. That's what it is. പുതിയ നിയമത്തിൽ പത്രോസ് ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുമാകരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കർത്താവ് ക്രൂശിക്കപ്പെട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എനിക്ക് പണിയൊന്നുമില്ല, എന്നാ ചെയ്യാനാ, സകല all my dreams are shattered, where would I go? I would rather go back to fishing. So he went to fishing. One morning Jesus appeared in the resurrection, and he was standing on the shore, and he asked, do you have anything to eat? He said, nothing. We have been trying to catch some fish, we didn't get anything. So Jesus said, why don't you throw it in the net here and you get fish? That moment he realized that it was Jesus. It was the Lord. The next thing that says in the scripture, he immediately took the towel around him and jumped into the sea because he felt he was naked. Why? In my mind, he felt he did something wrong. He left the Lord and he went back to fishing. Now the Lord is standing right there. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ we should feel ashamed. This is exactly what happened to Adam and Eve. Not that they were clothed before. When they were created, they were the same. But after having disobeyed God, then when God appeared, they were not even willing to face him. Why? Because they felt ashamed and they felt naked. Let me tell you this. We talk about character. You know what character is? I would define character as this. Character is what you do when no one is looking. It is important for us to know. I will repeat that. Character is what you and I do when no one is around, when no one is looking. That's why I said earlier, we have our private life and we have our public life. But we have to understand that there is a God who can see everything. അന്തരേന്ദ്രിയങ്ങളെ പരിശോധിക്കുന്നതിനാണ് ദൈവം ദൈവത്തെ കുറിച്ച് പറയുന്നത്. He is the one who goes to the innermost sections of our heart. He can even fathom the feelings and the senses and everything that goes through our mind. So nothing stays hidden in his eyes. So if we have hidden anything, and if we have done something that is wrong, our mind will
dictate. Our mind will dictate every time. Let me tell you, every time we do something wrong, our conscience will dictate this is bad. The second time around we do the same thing, the conscience will say this is bad. The third time, that voice that dictates to you that this is bad, it will go, the volume is lowered and lowered and lowered. Finally, you come to a stage where it is not bad anymore, it has become the standard norm for you. Character is what one does when no one is looking. ഞാൻ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു, ഞാൻ നഗ്നനാണെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അടുത്ത ചോദ്യം, നീ ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നുവോ? ദൈവത്തിന്റെ ചോദ്യമാണ്. Did you eat the fruit that I told you not to eat? And the reply is very fascinating. What did Adam say? Adam said, the woman that you gave me the fruit and ate. അപ്പൊ ആരുടെ കുറ്റം? ദൈവത്തിന്റെ കുറ്റം. നീ എനിക്ക് ആ ഒരു സ്ത്രീയെ തന്നില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ പഴം പറിക്കുകയില്ല, എന്റെ അടുത്ത് കൊണ്ട് തരികയില്ല, ഞാനത് ഇന്നത്തുമില്ല. So in other words, he is shifting the blame from him to God. അങ്ങനെയുണ്ട് ചില ആളുകളുണ്ട്. Either it is my way or no way. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ മൂന്ന് ആളുകളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. There are only three people who are important in those people's life. You know who those three people are? I, me, and myself. These are the three people who are important because they are never wrong. Every time that he or she goes wrong, it is somebody else's fault. ഒരിക്കൽ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ട് പിള്ളേരുണ്ട്. I will say it in English. When in a school ground there were two children fighting with each other, and the teacher was passing by, and the teacher asked, boys, come on, stop it now, why are you fighting? One was a little boy and the other one was tall and robust and fat and big and all that. So the fat big one said, yeah, we are fighting because you know how it started. Everything started when he hit me back. All the fight started when he hit me back. When I hit him, if he hadn't hit me back, there would have been any fighting. Fight vannadana enne thirichadichappadan parayya. It is always somebody else's fault. Idu kazhinjappo Hawwayod choദിച്ചു, Devam, what did you do? What have you done? And what is her reply? She said, the serpent persuaded me to eat and ate. അവിടെ ആരുടെ കുഴപ്പമാണ്? അവരുടെ കുഴപ്പമല്ല. അവിടെ കുഴപ്പം പാമ്പിന്റെ കുഴപ്പം. ആദാം പഴം തിന്നത് ഹവ്വയുടെ കുഴപ്പം, ഹവ്വ പഴം തിന്നത് പാമ്പിന്റെ കുഴപ്പം. ഇതിനെ എല്ലാം ഉണ്ടാക്കിയത് ദൈവം. അവസാനം കുഴപ്പം വരുന്ന ദൈവത്തിന്റെ കാര്യം. We have to think. If we are at fault at home or at school or at church or in our office, if you are blaming, if we are shifting the blame for something that we did wrong to others, and if you and I have any part in such events or things, I tell you, this retreat is for you. You should think within yourself whether you did something wrong and you shifted the blame to somebody else. It is always somebody else's fault for something. In other words, we always proofread others. അതിനകത്ത് വേദോസ് ന്യൂ ടെസ്റ്റമെന്റിൽ പറയുന്നത് എന്താ പറയുന്നത്? നിന്റെ കണ്ണിൽ കോലിരിക്കെ മറ്റുള്ള സഹോദരന്റെ കണ്ണിലെ കരുതൽ എന്തിനാണ് പറയുന്നത്? It's exactly the same thing. You have a stick in your eye and you are trying to find the little speck in your brother's, in your friend's eye. നമ്മൾ മറ്റുള്ളവരെ പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ
നമ്മൾ മറ്റുള്ളവരുടെ ചില ആളുകളുണ്ട് ദോഷമായിട്ട് നിൽക്കുന്നു പറയും മലയാളത്തിൽ ദോഷമായിട്ട് നിൽക്കുക. They can only see the bad things. They don't see any good. They only proofread other people. Because even if you say there is a rose flower, you instead of appreciating the rose flower, you will say, oh, this is on the stem. That kind of people. നമ്മൾ അങ്ങനെയുള്ള ദോഷമായിട്ട് നിൽക്കുകയാണ്. It's like music critic. If there are people playing music, there are music critics. You know what they do? They don't listen to the music and enjoy the music. They only look for the sour notes because that's what they are looking at. There are people who proofread books. You know, when an author writes a book, finally they give it to a proofreader. You know what he looks? He has nothing to do with the substance of the book. He doesn't enjoy reading the book. He will look and see whether Aristotle is spelled correctly or disappointment is written properly or the comma and the colon and everything is put properly. This is his job. He does not read the book. He does not enjoy the substance. All that he does is just find out the faults in the book. If we are people like that, trying to find other people's faults rather than finding our own, then we feel into the same kind of mistake that Eve and Adam did when they said it is God's fault. So we have to be very careful when we assess our own actions. Now, when we have at the end, we finish the story. God says, okay, you have done all this. But then there is a punishment period. Because every action has a reaction to it. For every action there is a net result. And what is the net result? The net result is they had to face expulsion from the garden. What God did was, God actually took them out of the garden. Both of them were expelled from the garden. Why? Because they disobeyed God. They succumbed to temptation by Satan. They shifted the blame to God or others rather than taking the blame on themselves. They broke the fellowship with God by disobeying God. They broke the relationships that should have existed in a family in a decision-making process. All these things resulted in them being expelled from the garden. And what I want to tell you is that if you and if any of us is involved in any of these things, and I think we are, we always give in to temptations. Normally, that we have to discipline ourselves. If we succumb to temptation, yes, at the end of the retreat, there will be a few things that we will add. If we did something wrong in our private life and put on a nice, beautiful face in the public life, yes, I think we have to look into ourselves and we have to do something about it at the end of this retreat today. If we did something wrong, focusing on ourselves, I, me and myself kind of syndrome, that I'm always right, everybody else is wrong, shifting the blame to other people. If you have anything done like that, I think at the end of the retreat, then we will have something to say to the Lord that I did something, I was at fault, not him, not her. This applies to the elders, to the youngsters, to the children. Everybody is at fault with this kind. If we have been hiding ourselves many things and pretending that we have been doing things right, just to be nice among other people, then we have to do something about it today after the retreat. ഒരു പാട്ട് പണിയുന്നാലടി ശരി.
ശുശ്രൂഷ തുടങ്ങിയ അവസരത്തിൽ 6 ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടു എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ദൈവം നന്നായി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻവയൺമെന്റിൽ ആദാമിനെയും ഹവ്വയും ആക്കിയിട്ട് അതെല്ലാം മാറി അതൊരു വഷളായ സ്ഥലമായി അതെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. മരണകരമായ പാപമെന്ന് പറഞ്ഞ് അതിൽ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം അവിടെ വന്നു. അതായത് jealousy, hiding things, not being honest, all these things. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നും അവയിൽ എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവയെ തിരുത്താനുള്ള ഒരു അവസരമാണ് ഈ ധ്യാനത്തിൽ കൂടെ കിട്ടേണ്ടതെന്നും നമ്മൾ സംസാരിച്ചു. At the end we said all their actions resulted in the expulsion of Adam and Eve from the garden. God actually kicked them out. Even though initially they were given the perfect environment, God decided to kick them out of the garden. Actually, വേദോസസ് പറയുന്നത് ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത് God drove them out of the garden. ഒരിക്കലൊരു സൺഡേ സ്കൂളിൽ അധ്യാപകൻ 7 വയസ്സുള്ള പിള്ളേരോട് ഈ ആദാം ഹവ്വായും തോട്ടത്തിലാക്കിയതിനെ കുറിച്ച് ആ തീമിൽ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. ഒരു ചിത്രം വരച്ചിട്ട് ഒരു വാചകം അതിന് ഡിസ്ക്രൈബ് ചെയ്യാൻ എഴുതണമെന്ന് പറഞ്ഞു. So you have to draw in pictures the Garden of Eden, Adam and Eve, and write one sentence about it. So one boy drew a picture of a car, an automobile, a car, and there was a man and a woman sitting at the rear seat, and someone who looks like a Madrajan at the driver's seat, and he wrote at the bottom, God drove them out of the garden. So God was the driver. So actually, it meant that they were actually expelled cruelly from the garden. You see, Adam and Eve were not the first people who were expelled from the fellowship of God at that time. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തെ അലവലാതിയാക്കിയിട്ടുണ്ട് പല അവസരങ്ങളിൽ. അത് ചീത്ത പ്രവൃത്തികൾ കൊണ്ടാവണമെന്നില്ല. ഒരു സ്റ്റുഡന്റ്, a student who did not do his or her homework definitely will mess up his or her life. Someone who is not honest, സത്യസന്ധത പാലിക്കാതെ ജീവിതം നടത്തുന്ന ഒരു മനുഷ്യൻ, പുരുഷനായാലും സ്ത്രീയായാലും, അവരുടെ ലൈഫിനെ മെസ്സപ്പ് ചെയ്യും. ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധം ദൃഢമായി നിർത്താത്ത ഏത് കുടുംബവും അതിന്റെ അടിത്തറമാണ്. കാരണം അവിടെ സമാധാനം ഉണ്ടാവുകയില്ല. അപ്പനും അമ്മയെ കാണിക്കുന്ന അങ്ങനെയാണെങ്കിൽ പിന്നെ മക്കളുടെ കാര്യം എന്ന് പറയാൻ. There are a lot of people, if you thumb the pages of the Bible, you can see a lot of great and eminent personalities in the Old and New Testament who messed up their lives. ഉദാഹരണം പറഞ്ഞാൽ ആദാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. Actually, he was given the best of times and best of places. He messed up his life. He shifted the blame for this messing up instead of him to God. There was this firstborn of Adam and Eve, Cain. He messed up his life too. Where did he end up? He became the murderer. There was this woman who was the noblest. Many people, many girls are named after her, Sarah. What did she do? She asked her husband to have a child with the household employee, and finally she shifted the blame to him, and she found fault with him. She also messed up, even though she is considered as a noble person in the Old Testament. There was this man called Moses.
who in the Old Testament was the humblest of men. ഞാൻ വിഗ്രഹം തടിച്ച നാവുള്ളവനുമാണ്, എന്നെ കൊണ്ട് ഇതിനൊന്ന് കഴിവില്ല, ഫറവോന്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിടുവിക്കാൻ എനിക്കതിന് കഴിവില്ല എന്ന് പറഞ്ഞ് താഴ്മയോടെ ജീവിച്ച മനുഷ്യൻ മോസസ്, അവനവന്റെ കോപത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. Moses had a very serious problem with his anger, and that cost him something. Even though he led the Israelites through all kinds of trials and tribulations and miseries and sufferings, finally he couldn't go into that promised land. Why? Somewhere along the line during his lifetime, he messed up his life as well, because he had a serious problem with his emotional anger. There was Aaron, ലോകത്തിലെ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ജീവിക്കേണ്ടതായ അഹ്റോൻ, ദൈവത്തിന് ധൂപം കാട്ടുവാൻ ഹോളി ഓഫ് ഹോളീസിൽ പോയി സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു. ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥനയോട് ധൂപം അർപ്പിച്ച് നടന്നവരാണ്. He also had a problem. He messed up his life when he gave the orders to build this idol and asked the people to worship the idol. So he messed up his life too, somewhere along the line. We read about a high priest in the Old Testament, Eli. He also messed up his life because the scripture pictures him as a hopeless father who actually lost his sons to immorality. കാര്യം ഒരു പ്രധാന പുരോഹിതനായിരുന്നെങ്കിൽ പോലും മക്കളെ ചൊവ്വായി വളർത്താൻ സാധിക്കാതിരുന്ന ഒരു അച്ഛനായിരുന്നു അദ്ദേഹം. In that way, in his professional life as a representative of God, he did mess up his life. Because he had no witness to tell other people. He as a priest couldn't live up to his the benchmark set by God, and he had no words to preach, and he could not bear witness to the God's message. ദാവീദ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രിയനാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് പോലും അവന്റെ ജീവിതം മെസ്സപ്പ് ചെയ്തു. David actually, you know the story that he got involved in adultery. Not only that he did that, he concealed it. And he concealed it, and also he ended up in murdering innocent person. So he really messed up his life. We do mess up our lives. Our children mess up their lives without studying, just hanging out. They just mess up their life. Do you know that almost 35% of the youngsters who drop out of school, they come back to college to earn a degree when they are at age 35? You know why? Because once they come up there, out into the world, they realize if they don't have anything to show in paper, nobody is going to accept them. Some of the youngsters don't really understand that. They have to realize, and they know it by heart actually. Then they make fun of me by saying that. I always tell them that there is one advice that I give you when you go to school, go to college. You have two options. Either you sweat now and enjoy later, or you enjoy now and sweat later. And the children, the youngsters in my church, they know it by heart. I tell them, sweat now so that you can enjoy later. Do not mess up your life. Today we are talking about our spiritual life. Rather than getting an education, getting a decent job, these are all important. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ മെസ്സപ്പ് ആക്കി എന്നുള്ള കണ്ടുപിടിക്കാനുള്ള അവസരമാണ് ഈ ധ്യാനയോഗങ്ങളൊക്കെ.
അതിന് ഉപകരിക്കണം. അല്ലാതെ വെറുതെ നമ്മളിവിടെ വന്നിരുന്ന ഒരു പ്രസംഗം കേട്ടുകൊണ്ട് പോയിട്ടുണ്ടാകുന്നു. ഞാൻ ഈ ഓരോ ആലം, കെയ്ൻ, സേറ, മോസസ്, ഡേവിഡ്, ഏലി ഇവരുടെ ഒക്കെ കഥ പറഞ്ഞത്, they all are pictured as very important and eminent personalities in the Bible who messed up their lives but still they came out victorious. You know why? The smartest ones, when they fall, they get up. It is so important. എല്ലാവരും വീഴും. മനുഷ്യനായാൽ വീണേ പറ്റൂ, വീഴും. പക്ഷേ every time you fall, you get up. The smartest ones will get up. If you are not smart, you fall down and you just lie there. നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതം അങ്ങ് ചത്ത് ചീഞ്ഞളിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ചീഞ്ഞളിഞ്ഞതെല്ലാം കഴിയുന്നത് വെടിപ്പാക്കാതെ വയറ്റിളക്കം പിടിച്ച മനുഷ്യനെ എപ്പോഴും വയറ്റിളക്കം അവനെ ഒരു സ്ഥലത്ത് ഇട്ടാല് ഏതായാലും എപ്പോഴും വയറ്റിളക്കമാ, എന്നാൽ ദിവസം അവസാനം ആകുമ്പോ എല്ലാം കൂടെ വയൽ കൂത്താൻ മതിയല്ലോ എന്ന് പറയുന്ന പോലെ. It is so important that we clean up our lives time to time. We will fall. I told you. Many people who are now considered as saints, who are friends of God, whom we quote as examples of good living, faithful living, spiritual fathers, they messed up their lives, they fell, but they all got up and stood on their feet. This is something that we have to do in today's retreat. Regardless of who you are and who we are, we all fall at some time. And when things are messed up, sometimes we cannot deal with it. You take scrambled eggs, can you unscramble it? Once it is scrambled eggs, it's gone. You cannot unscramble it, but God can. This is exactly what God did in this story of Adam and Eve. God was so gracious to Adam and Eve. Even though they were expelled from the fellowship of God for all their actions that they did, it is important for God to let them know that there is no reward without punishment. You did this, you must learn a lesson, you are out from the garden. But God, as a gracious God, did not want to leave them there. That is why He sent His only begotten Son, so that whoever believes in Him shall not die, but have everlasting life. So He has been so gracious. So if you and I fall, if you are smart enough, you are willing enough to get up on our feet, and then if you are willing to make a real U-turn in our life, then we are achieving something. All that we have to do is get up and knock at the door of the mercy of God. നമ്മൾ പ്രഭാത നമസ്കാരത്തില്, ശ്രീഭാസ്കാരത്തില് ഈ വാതിലിൽ മുട്ടുന്ന കാര്യം അനുതാപത്തിന്റെ പ്രാർത്ഥനയില് ചൊല്ലുന്നത്, എന്റെ കൂടെ ചൊല്ലുന്നത്, മന്നവനേ മശിഹ സതതം തവ കരുണ വാതിലിൽ മുട്ടുന്നേ ധനിക നിന്നെ നിലയത്തെ വേഗമേ കൃപയും വാഴും നീ എന്നെ തുണ ചെയ്യുക നീ സാക്ഷിയലെ ചിരനാക്കരുതേ
ശ്ലീബായുടെ പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്ന ഭാഗമാണ്. സ്വർഗത്തിലേക്കുള്ള വഴി വീതി കുറഞ്ഞതും വിശാലമില്ലാത്തതുമാണ്. നമ്മുടെ ദൈവത്തിന്റെ വാതിൽ മുട്ടി അവന്റെ കരുണയ്ക്കും കൃപയുമായി നമ്മൾ യാചിക്കും. ഇതാണ് അനുതാപത്തിൽ നടക്കുന്നത്. So we should be able to really knock at God's doors because He is kind, He is generous, He is forgiving, and He is graceful. And He will lift us by hand from the place where we fell. നേരത്തെ ഇവിടെ അച്ഛൻ പറഞ്ഞു, no matter how many sermons that you listen to, how many retreats that you participate, unless you yourself and I myself are willing to change, nothing is going to happen. It's like saying one can take a horse to the river, 100 cannot make it drink. സ്വയമായി കുതിര തീരുമാനിക്കാതെ വെള്ളം കുടിപ്പിക്കാൻ ഒക്കത്തില്ല. ഒരാൾക്ക് കുതിരയെ വെള്ളത്തിനടുത്ത് കൊണ്ടുപോകാം, 1000 പേര് വിചാരിച്ചാൽ കുതിര കുടിപ്പിക്കാൻ പറ്റില്ല. So we have to have that decision made to make a U-turn in all the things that we did wrong. And that is what this confession is all about. നമ്മൾ സ്വയമായ ഒരു പരിശോധന നടത്തി നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചേച്ച് ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റു പറയാനുള്ളതാണ് കൺഫെഷൻ. അതിനെ ആധികാരികമായ ദൈവം പരമേൽപ്പിച്ചിട്ടുള്ളവരാണ് പുരോഹിതന്മാർ. അവരുടെ മുമ്പിൽ പുരോഹിതൻ ദൈവത്തിന്റെ സ്ഥാനാപതിയായിട്ട് നിന്ന് എനിക്കും നിങ്ങൾക്കും ആ പാപമോചനം നൽകുന്നു. അപ്പോ we get so cleansed and we feel so good. പണ്ട് എന്നെ കോളേജിൽ പഠിപ്പിച്ച കോളേജിൽ പഠിപ്പിച്ച തരേൽ സാർ പറയായിരുന്നു, ഈ ദാവീദിന് പറ്റിയൊരു ഗുണം അവൻ പാപം ചെയ്തെന്നുള്ളത്. കാരണം കുറച്ച് പാപമൊക്കെ ചെയ്താലേ ഈ പാപമോചനം കിട്ടുമ്പോൾ സുഖമുള്ളൂ. പാപം ചെയ്താൽ പാപം ചെയ്യാൻ പിന്നെ പാപമോചനം കിട്ടുമ്പോൾ എന്ത് സുഖം അറിയാൻ പ്രത്യേക ഒന്നുമില്ലെന്നാണ്. ഇനി നിങ്ങൾ പാപം ചെയ്തേച്ച് മോചനം ആരും ചെയ്യണമെന്ന് പറയരുത്. It's always important that you be conscious of what you did. If I don't feel that I have done something wrong, there is no point in asking for forgiveness. So the very first thing is to bring to your senses, yes, here I have faulted. There is a break of communication in my house and I need to fix it. Today, not tomorrow. I'm not going to procrastinate on it anymore. I'm going to fix it today itself. If I have to go another extra mile in fixing it, I will do it. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം എന്റെ ഭാഗത്താണ് അവന്റെ ഭാഗത്തല്ല എന്ന് പറയും. വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ സഹോദരൻ നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ ആ വഴിപാട് അവിടെ വെച്ചിട്ട് അവനോട് പോയി എഴുന്നേറ്റ് വഴിപാട് അർപ്പിക്കാനാണ് പറയുന്നത് വേദപുസ്തകത്തിൽ. It is so important for us. കർത്താവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കർത്താവ് പാപത്തെ വെറുത്തവരും പാപികളെ സ്നേഹിച്ചു. He hated sin, but he loved the sinners. കർത്താവ് പാപികളുടെ കൂടെ താമസിക്കുകയും അവരുടെ കൂടെ ഭക്ഷ്യം ചെയ്തപ്പോ എല്ലാവരും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു. Remember that woman who was caught in adultery brought to him. Jesus said, he who has not sinned, let him cast the first stone. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആരാണ് ഉണ്ടെങ്കിൽ അവൻ ആദ്യം കല്ലെറിയട്ടെ. Nobody stoned her. Why? We all are. നമ്മൾ ആരും ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഭാവിച്ചിരുന്നതൊന്നും ഒരു കാര്യമില്ല. There are a lot of things that we did. The students examine the things that in your relationship with other people, what you did, what you concealed, what you hid, what you didn't tell your father, what you didn't tell your mother, what you did during school time, whatever that is. So we have to make our private life like an open book. If you are on the internet, it's not that when the father shows up, you shut off the internet. That means you are looking up something which you are not supposed to see. It is so important in our lives to take the responsibility of our actions and then do something about it. Jesus, when he healed some people, ചില ആളുകളൊക്കെ സൗഖ്യമാക്കിയപ്പോൾ കർത്താവ് പറഞ്ഞ പോലും സൗഖ്യമാക്കുന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, your sins are forgiven. Your sins are forgiven. Take your bed and walk. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, നീ കടക്കെടുത്ത് നടക്കുക.
ആ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം കർത്താവ് പുരോഹിതന്മാർക്ക് കൊടുത്തു. Said, if you bind on earth, that will be bound. If you loosen on earth, that will retain loosened. So it is so important to know that this power of authority of forgiving sins was transferred from God, Jesus, the apostles, and to all the high priests and the priests. So there's nothing to be ashamed of in going to these people and telling what happened. Actually, when you go to confession, there are a few things that it's always a problem. There are a few things. One, you have to have a self-examination. That is why it is important to have a few moments that you should spend in reflection. പരിസരങ്ങളെ മറന്ന്, ചുറ്റുപാടുകളെ മറന്ന്, ദൈവത്തിന്റെ ദൃശ്യതയിലാണെന്ന ബോധത്തോടുകൂടെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കടന്നു എന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധം, മക്കൾ, അപ്പൻ അമ്മ ബന്ധം, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ജീവിത രീതികൾ, ഇവയെല്ലാം ഒന്ന് ആ ലിസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടിയിട്ട് അതിൽ നമുക്ക് വീണ തെറ്റുകളെ ഒന്ന് കണ്ടുപിടിക്കുക. That is why you need meditation. Actually, in retreat, more time we should spend in meditation, in looking into ourselves rather than giving to all these speeches. Once you have done that self-examination, you have to have a genuine repentance that this is something that I have done and I feel sorry about. Some people feel sometimes it's very hard for them to say sorry. Those are the people who are always the blame shifters. That it is I am never wrong, it is somebody else's fault. And we saw in the life of Adam and Eve how they shifted the blame, both of them. The husband and the wife. Both Adam and Eve, these two people shifted the blame. We have to take responsibility about our own life. And then we have to make a decision not to repeat. പലപ്പോഴും പ്രശ്നം പറ്റുന്ന എന്നാണെന്നറിയോ, നമ്മളൊരു തീരുമാനം, it is a very seriousness of it, because we go to the same thing. There was a friend who two friends met together, and one friend told the other one, my friend, you know what, your wife is so fat these days. You have to tell her something. Somebody has to tell her. If I tell her, then she will take it back. You are the husband, you have to tell your wife, just to reduce eating, amount, whatever, exercise, things like that. And the friend said, I know, I have been telling her to do something about it. Every day she's putting on much more weight. But you know what? The good news, a month ago she decided to do something about it. And she now started horse riding for miles. Every morning and every evening she goes horse riding. So she's doing something about it. It's been a month. So after a month, you see a difference. So what happened after a month? And the man said, well, after a month, the horse lost 20 pounds. You keep on eating. You don't reduce the weight. And the poor horse paid the price. When you make a decision, be serious about it. If you don't make a serious decision, there is no point in making the decision at all. So that's what I'm saying. So you have to make a decision not to repeat the same old thing. New ones might come. As human beings as we are prone to fall again. But every time we fall, we must get up. That is why we show ourselves and others that we are smart enough to get up. And then we say that, and we say that in front of God. We are not kneeling or bowing our heads in front of the priest, but it is in front of our God. You know, our church instructs us to confess at least once a year. It is not being done, but that is the way it is. And what do we say? Many people say, when I go to church, what do I say? We always tell people, say the things that really hurts you. Something, our conscience will dictate what we have done wrong. We all have that conscience in a shrill voice will tell you, this, my dear boy, my dear girl, this is something that it is not right. Come out with it. അല്ലാതെ അവർക്ക്
ചിലപ്പോൾ അച്ഛനും ഉപയോഗിച്ചാൽ ഞാൻ ചില നോമ്പ് ചില കാഴ്ച പോയി കൂട്ടി എന്ന് പറയുന്നത് എന്നാ അർത്ഥം? It is not that. It is not that. It is much more than that. Something, a feeling that we have to other people that we did something wrong, that follows us all the way. When we go home, when we go to work, when we drive a car, when we go to the bathroom, this thing will keep on nagging us. This is something that we have to take out from that secret chamber and let it out. I tell you, when you let it out, you feel a lot better. You feel relieved. That's what this confession is all about. It is so important that I also don't. It's always said that don't make any personal references. As long as we listen to the prompt that comes from within, that is something that we have to let out. It is so important. And then we will be able to receive the Holy Communion, the bread and body, the body and the blood of Christ, bread and wine. And then we feel so good. That is why the church has instituted these sacraments in order for us, for people to feel good, especially at this time. As you know, എല്ലാ സഭയിലെ ഈ പ്രത്യേക നോമ്പിന്റെ കാലത്ത് എല്ലാ ഇടവുകളിലും ഇങ്ങനെയുള്ള ധ്യാന യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. സഭയില് മറ്റ് സമയത്തെക്കാളല്ല ഈ അവസരങ്ങളിൽ കൂടുതൽ ധ്യാന യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കാര്യം എന്താണ്? നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും ഉയർപ്പിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ ഒരുക്കേണ്ട നാളുകളായിട്ട് അതിനെ സഭ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ കൂടുതലായി ഇങ്ങനെയുള്ള ഈ ധ്യാന യോഗങ്ങൾ നടക്കുന്നത്. അങ്ങനെ നമ്മെ തന്നെ ശുദ്ധീകരിച്ചിട്ട് നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമായ ബലിയായി നമ്മുടെ ഏവരെയും അർപ്പിക്കാൻ നമുക്ക് സാധിക്കും. And that is when you come out clean. And we will be able to go into that Passion Week. We will be a different person. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. That's what it means. If you don't be in Christ, you don't feel that newness in your life. Because you are still that old things you have. പലപ്പോഴും പറയും മൂസാരിക്കാനെ പോകുന്നവരെ ഒരിക്കൽ ഭദ്രാജൻ പറയും മൂസാരിക്കാൻ ഒരു ചാർക്കട്ടിൽ എല്ലാം പ്ലാവുമായിട്ട് വരും. അവിടെ ഓരോന്നിനായിട്ട് മുട്ടുകുത്തി കഴിഞ്ഞാൽ ജനിച്ചു പോകുമ്പോൾ ആ ചാർക്കട്ടിൽ തോടെ കിട്ടും തിരിച്ചു പോകും. It should not happen like that. We have to come out clean in our dealings. And then only we feel the sweetness, how sweet it is to be getting rid of all those bad things, the bad habits or bad anything that we have acquired in our life. Let us sing this hymn that we always sing during the Holy Kurbana. Abelin kunyadam nohinode karchayadum Abraham Eliyum Kaikunda Kartave No Prasanayum Aiko Please repeat after me. Kartave karayillata Kartave karayillata Hridayame nikkarulidanabe Hridayame nikkarulidanabe Vidayadikaram Chedade
തന്നെ താനെ നടിക്കാത്ത തന്നെ താനെ നികളമശേഷമകറ്റുന്ന നിർമ്മല ചിത്തം നൽകണമേ. എൻ കാലുകൾ ദുർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ. സന്മാർഗത്തിൽ കൂടി സദാ കൂടി സദാ ഞാനടിയൂന്നി നടക്കണമേ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാനും നാഥ. എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്ത. എന്നോട് തിരുമുൽ കാഴ്ചകളെ ആകശുദാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ. നമുക്ക് തലവണയ്ക്ക് ഒരു നിമിഷം സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, നിന്റെ കഷ്ടാനുഭവവും ഉയർപ്പും കൊണ്ടാടുവാനുള്ള ഒരുക്കത്തിൻ്റെതായ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നമസ്കാരത്തെയും ആത്മീയമായ ശക്തി അവയിൽ കൂടെ ആർജിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. പരീക്ഷകളെ അതിജീവിച്ച് സ്നേഹത്തിൻ്റെയും സ്വയപരിത്യാഗത്തിൻ്റെയും വഴി ഞങ്ങളെ കാട്ടിത്തന്ന നിന്റെ കാലടികളെ പിന്തുടരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയുവാൻ വയ്യാത്ത അനേകം ജനങ്ങളും മൃഗങ്ങളും ഉണ്ടായിരുന്ന നിരുവ പട്ടണത്തിലേക്ക് അവരുടെ സ്ഥിതിയെക്കുറിച്ച് അയ്യോഭാവം തോന്നി യോനെ അവരുടെ അടുക്കിലേക്ക് അയച്ചവനായ കർത്താവേ, ഏതൊരു ഭാവിയെക്കുറിച്ചും നീ ദുഃഖിക്കുകയും അവന്റെയോ അവളുടെയോ തിരിച്ചു വരവിനായി നീ പരിശ്രമിക്കുകയും ചെയ്യുന്നുള്ളൂ. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്തവനായ ദൈവമേ,
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങളെ ബോധവാന്മാരാക്കുകയും ഞങ്ങളിൽ മനസ്സാന്തരം വരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം മുതലായ ആത്മീയ ഫലങ്ങളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നത്തെ ഈ ധ്യാന ശുശ്രൂഷയിൽ ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വായും വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ച് പാപം ചെയ്തുവെന്നും അവരുടെ പാപനിമിത്തം അവരാക്കപ്പെട്ട മനോഹര